അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരത്തിൽ പ്രത്യേകം, നിസ്കാരവുമായി ബന്ധപ്പെട്ട് സഹോദരിമാർ പ്രത്യേകം സൂക്ഷിക്കേണ്ട ചില മസലകളുണ്ട്. അതുകൊണ്ട് വിട്ടാണ്. നമ്പർ 1, സഹോദരിമാർ അശുദ്ധി കഴിഞ്ഞാൽ എപ്പോഴാണോ ശുദ്ധിയാകുന്നത് ആ സമയം മുതൽക്കുള്ള നിസ്കാരം അവർക്ക് നിർബന്ധമാണ്. ഉദാഹരണമായി, ഇപ്പോൾ ഉച്ചക്ക് 2:30 മണിയായി. ഈ സമയത്താണ് ഒരു സ്ത്രീക്ക് ഹൈള് ശുദ്ധിയാകുന്നത് എങ്കിൽ ഫറലായ കുളി നിയ്യത്തോടെ കുളിച്ചതിൻ്റെ ശേഷം ഈ ളുഹർ നിസ്കരിക്കൽ നിർബന്ധമാണ്. സാധാരണ നിലക്കവളി ഇന്ന് 9 മണിക്കോ 10 മണിക്കോ 11 മണിക്കോ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും എപ്പോഴാണോ ഇത് ശുദ്ധിയായത് ആ ശുദ്ധിയായതിൻ്റെ ശേഷം ആ സമയത്തുള്ള നിസ്കാരം നിർബന്ധമായി കുളിച്ചതിൻ്റെ ശേഷം നിർവഹിക്കൽ നിർബന്ധമാണ്. ഇതുമാത്രമല്ല, ഇങ്ങനെ ശുദ്ധിയാകുന്നത് അസറിൻ്റെ സമയത്താണെങ്കിൽ ആ അസർ നിസ്കരിക്കലോടുകൂടെ മുമ്പുള്ള ളുഹർ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇശാഇൻ്റെ സമയത്ത് പാതിര നേരത്തെ 2 മണിക്കോ 3 മണിക്കോ ഇശാഇൻ്റെ സമയം കഴിയുന്നതിന് മുമ്പാണ് ശുദ്ധിയാകുന്നത് എങ്കിൽ ഫറലായ കുളി കുളിച്ച് പിന്നെ സുബൈക്ക് കുളിക്കുക എന്ന് വെക്കാൻ പറ്റൂല. എപ്പോഴാണോ ശുദ്ധിയാകുന്നത് ആ സമയത്തുള്ള നിസ്കാരം അവൾ ഫറലായ നിയ്യത്തോടെയുള്ള കുളി കുളിച്ചിട്ട് ആ സമയത്തുള്ള നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. അതിൻ്റെ മുമ്പുള്ള മഗ്രിബിനെയും നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പം ഇശാഇൻ്റെ സമയത്താണെങ്കിൽ ആ ഇശാ നിസ്കരിക്കലോടൊപ്പം മുമ്പുള്ള മഗ്രിബും കൂടി ഖളാ വീട്ടണം. അസറിൻ്റെ സമയത്താണെങ്കിൽ ആ അസർ നിസ്കരിക്കലോടുകൂടെ തന്നെ മുമ്പുള്ളതായ ളുഹറും കൂടിയും ഖളാ വീട്ടണം. ളുഹറിൻ്റെ സമയത്താണ് ശുദ്ധിയാകുന്നത് എങ്കിൽ ളുഹർ മാത്രം നിസ്കരിച്ചാൽ മതി, സുബൈ ഖളാ വീട്ടണ്ട. മഗ്രിബിൻ്റെ സമയത്താണെങ്കിൽ ആ മഗ്രിബ് മാത്രം നിസ്കരിച്ചാൽ മതി, മുമ്പുള്ള അസർ ഖളാ വീട്ടണ്ട. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടരണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലൊക്കെ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇനി അതായത് നേരം വെളുക്കട്ടെ എന്നിട്ട് സാധാരണ കുളിക്കുമ്പോൾ കുളിക്കുക, ഇന്നത്തെ കുളി കഴിഞ്ഞില്ലേ, അത് പറ്റൂല. ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ്. ഒരിക്കലും തന്നെ നിഫാസിൻ്റെയും ഹൈദിൻ്റെയും കാലത്ത് കഴിഞ്ഞു പോയ നോമ്പുകൾ ഖളാ വീട്ടിയാൽ മതി, നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല എന്നാണല്ലോ നിയമം. പിന്നെ എന്തിനാണ് ഇവിടെ ഇശാക്ക് ശുദ്ധിയായ പെണ്ണ് മഗ്രിബ് ഖളാ വീട്ടുന്നത് എന്നൊരു സംശയം ഉണ്ടാകും. സത്യത്തിൽ മഗ്രിബിൻ്റെ നിസ്കാരത്തിൻ്റെ സമയം ഇശാൻ്റെ നിസ്കാരവും കൂടി അതിൽ വിശാലമാണ് എന്നാണ് കാരണം. ഞാൻ വിശദീകരിക്കുന്നില്ല, വളരെ വ്യക്തമായി തന്നെ രേഖകളുണ്ട്. അതുപോലെ തന്നെ മറ്റു വലിയൊരു അപകടമുണ്ട്. ഒരു ഉദാഹരണം, ഇന്ന് ളുഹർ നിസ്കാരം, ളുഹർ ബാങ്ക് 12:14 12:14 കഴിഞ്ഞു, ളുഹർ ബാങ്ക് കൊടുത്തു. അപ്പോൾ ആ പെണ്ണിന് ശുദ്ധിയാണ്. കുറച്ച് സമയം കഴിഞ്ഞു ആ പെണ്ണിന് അശുദ്ധി തുടങ്ങി. ഉൾവള ളുഹർ നിസ്കരിച്ചിട്ടില്ല. എന്നാൽ 5, 6, 7 ദിവസം കഴിഞ്ഞിട്ട് ഈ പെണ്ണിന് എന്നാണോ ശുദ്ധിയാകുന്നത് അങ്ങനെ ആ ശുദ്ധിയായതിൻ്റെ ശേഷം ഈ ളുഹർ അവൾ ഖളാ വീട്ടൽ നിർബന്ധമാണ് എന്നാണ് നിയമം. എന്തേ കാരണം? ഇവിടെ ളുഹറിൻ്റെ സമയം ആയതിൻ്റെ ശേഷമാണല്ലോ അവൾക്ക് ആ ശുദ്ധി തുടങ്ങിയത്. ഇവിടെ ളുഹർ നിർബന്ധമായി. എത്ര ടൈം കിട്ടണം വിശദമായിട്ടൊന്നും ഞാൻ പറയണില്ല. മൊത്തത്തിൽ ഇതിലേറെ വലിയ അപകടമാണ് ഒരു സഹോദരി, ഗർഭിണിയായ ഒരു സഹോദരി, ളുഹറിൻ്റെ നേരത്തെ ചെറിയൊരു വേദന ഒക്കെ തുടങ്ങി. ഓള് ളുഹർ നിസ്കരിച്ചു എന്ന് സങ്കല്പിക്കാം. 2 മണിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിൻ്റെ ശേഷം റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവളെ പ്രസവ വാർഡിലെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. വയറ് മൂറുന്നു, ഒക്കെ കഴിഞ്ഞ് അതിൻ്റേതായ ചുറ്റുപാടുകളാണ്. ഏതായാലും അസറും കഴിഞ്ഞു, മഗ്രിബും കഴിഞ്ഞു, ഇശാവിൻ്റെ സമയം കഴിഞ്ഞ് രാത്രി 9 മണിക്കാണ് പ്രസവം നടക്കുന്നത്. എന്നാൽ ഇവിടെ അസർ നിസ്കാരം ഖളാ ഉണ്ട്, മഗ്രിബും ഖളാ ഉണ്ട്, ഈശയും ഖളാ ഉണ്ട്. എന്തേ കാരണം? എപ്പോഴാണോ പ്രസവം നടക്കുന്നത് നിഫാസ് മുതൽക്കുള്ള നിസ്കാരം പെണ്ണിന് നിർബന്ധമല്ല. പക്ഷെ അതിൻ്റെ മുമ്പ് ഹൈലോ നിഫാസോ ഇല്ലാത്ത സമയത്ത്, അത് വേറെ രക്തമുണ്ടായാലും ശരി, ഇസ്തിഹാലത്തും അല്ലാത്ത രക്തങ്ങളൊക്കെ ഉണ്ട്, ആ രക്തത്തിലൊന്നും നിസ്കാരത്തിന് കേടില്ല. ചുരുക്കത്തിൽ ഹൈലോ നിഫാസോ അല്ലാത്ത സമയത്തുള്ള നിസ്കാരമാണ് ഈ മഗ്രിബും അസറും ഈശയും. ഇതൊക്കെ ഇനി എന്നാണോ ഈ പ്രസവരക്തം നനച്ചിട്ട് പെണ്ണ് ശുദ്ധിയായി നിസ്കാരം തുടങ്ങുന്നത് അതിൻ്റെ ശേഷം ഈ നിസ്കാരം അവൾ ഖളാ വീട്ടൽ നിർബന്ധമാണ്. മിക്ക സഹോദരിമാരും ഹോസ്പിറ്റലിലേക്ക് പ്രസവത്തിന് കൊണ്ടുപോയാൽ 2, 3, 4, 5 ഒക്കെ വക്ത് നിസ്കാരം പ്രസവത്തിൻ്റെ മുമ്പായിട്ട് ആ പെണ്ണിന് നഷ്ടപ്പെടും. അത് പിന്നീട് ഏതെങ്കിലും സഹോദരിമാർ ഖളാ വീട്ടാറുണ്ടോ? അത് ശ്രദ്ധിക്കണം. അത് ഖളാ വീട്ടണം. അത് പിന്നീട് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ
ഹൈള് കഴിഞ്ഞ് കുളിച്ചിട്ടില്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ ഹറാമാണ്, പറ്റൂല. ഒക്കെ ശുദ്ധിയായിട്ടുണ്ട്, എന്നിട്ട് ശരിക്കും അവളെ പോയി ഒക്കെ കഴുകി ശുദ്ധിയാക്കി പോരാ. ഫറലായ കുളി നിർവഹിച്ചതിൻ്റെ ശേഷം മാത്രമേ ഭാര്യ ഭർത്ത് ആ ശാരീരിക ബന്ധം അനുവദിക്കൂ. കുളിക്കുക തന്നെ വേണം. ഇത് ശ്രദ്ധിക്കണം. ഇതിലേറെ ശ്രദ്ധിക്കേണ്ട സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മസാല, വെള്ളപോക്ക് എന്നൊരു അസുഖം ഉണ്ടാവും സഹോദരിമാർക്ക്. അത് നജസാണ്. അസ്ഥിസ്രാവം എന്നൊക്കെ പറയും, എല്ലുരുക്കെന്നൊക്കെ പഴയ കാലത്ത് പറയാം. ഏതായാലും അത് നജസാണ്. അത് ഇല്ലാത്ത നേരം നിസ്കരിക്കാൻ കിട്ടൂല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ പെണ്ണ് മൂത്രവാർച്ചക്കാരെ പോലെ സമയമായതിൻ്റെ ശേഷം ബാത്റൂമിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ ശുദ്ധിയാക്കി അവിടെ പഞ്ഞിയോ ശീലയോ വെച്ച് ശരിക്കും ബന്ദ് ചെയ്തതിൻ്റെ ശേഷം നിസ്കാരം ഹലാലാകാൻ വേണ്ടി ഫറലായ ഒളു എടുക്കുന്നു എന്ന നീയത്തോടെ നീയത്ത് വെച്ച് എത്രയും പെട്ടെന്ന് നിസ്കരിക്കുക. ഓരോ ഒളു കൊണ്ട് ഒരു ഫറലേ പറ്റുള്ളൂ, സുന്നത്തുകൾ എത്രയാകാം. ടൈം ആയതിൻ്റെ ശേഷമേ ശുദ്ധിയാക്കി ഒളുണ്ടാക്കാൻ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് നിസ്കാരം തുടങ്ങുമ്പോൾ ഇത് നിർബന്ധമാണ്. മൂത്രവാർച്ചക്കാർക്കും ഇത് തന്നെയാണ് നിയമം. മൂത്രവാർച്ചക്കാരെ പോലെ തന്നെയാണ് ഇവരുടെ നിയമം. അങ്ങനെ നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ പോകുന്നത് അറിയുന്നുണ്ട്, എന്നാലും ആ നിസ്കാരം ബാത്തിലല്ല. കാരണം അവർ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലുള്ള നിസ്കാരമാണ്. അപ്പം ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം സമയമായതിൻ്റെ ശേഷമേ ഒരു ശുദ്ധിയാക്കിയിട്ട് ഒളു കൊടുക്കാവൂ. അവിടെ ബന്ദ് വെച്ച് കെട്ടണം. എത്രയും പെട്ടെന്ന് നിസ്കാരം തുടങ്ങണം. ഒരു ഒളു കൊണ്ട് ഒരു ഫർളേ പാടുള്ളൂ എന്നാണ് നിയമം. നിസ്കാരം വളരെ ഗൗരവമാണ്. ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിലോ മഹാ അപകടമാണ്. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്രയോ ശ്രദ്ധയിൽപ്പെട്ടതാണ്. നിസ്കാരത്തിൽ നമ്മളൊക്കെ ഇതെല്ലാവരും ആണും പെണ്ണും ശ്രദ്ധിക്കണം. നിസ്കരിക്കുന്നത് നമ്മൾ കൂട്ടുവായിടും. ഉദാഹരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഈ കൂട്ടുവായനോട് കൂടെ തന്നെ ഓതുമ്പോൾ ഹർഫുകളൊന്നും ശരിയാവില്ല, അപ്പോൾ ആ ഓത്ത് ശരിയാവില്ല. കൂട്ടുവായൻ്റെ നേരത്ത് പരമാവധി ശബ്ദമല്ലാതെ കൂട്ടുവായ നല്ല അമർത്തി പിടിക്കാൻ ശ്രദ്ധിക്കുക. ആ നേരത്ത് ഓത്ത് നിർത്തുക. ആ സമയത്ത് ഓത്ത് നിർത്തണം. ഉദാഹരണം അർറഹ്മാനുർ റഹീം മാലിക്കി, ആ സമയത്താണ് വായിൽ കയ്യുമൊക്കെ ശബ്ദം താഴ്ത്തലും ശബ്ദം നല്ല അടച്ചു നിർത്തലും ഒക്കെ നല്ലതാണ്. എന്നിട്ട് അവിടെ ഓത്ത് നിർത്തിയിട്ട് അതിൻ്റെ മുമ്പ് തന്നെ അർറഹ്മാനുർ റഹീം വീണ്ടും ഓതി തുടങ്ങും. അതിനോട് കൂടെ തന്നെ ഓത്ത് ഇങ്ങനെ പോയാൽ ആ അറഫുകളൊന്നും ശരിയാകും. മറ്റൊരു കാര്യം, നിസ്കാരത്തിൽ നമ്മൾ തുമ്മി അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്തുണ്ട്. പക്ഷെ അത്തഹിയാത്തിൻ്റെയോ ഫാത്തിഹൻ്റെയോ ഇടക്കാണോ ഈ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എങ്കിൽ ഫാത്തിഹയും അത്തഹിയാത്തും തലക്ക മുതൽ കൊടണ്ടൽ നിർബന്ധമാണ്. നിസ്കരിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ സലാം പറഞ്ഞത് വഅലൈക്കും മുസ്സലാം എന്ന് മനസ്സുകൊണ്ട് മടക്കാം. ഒരിക്കലും വായ കൊണ്ട് വഅലൈക്കും മുസ്സലാം മടക്കാൻ പാടില്ല, അപ്പം തന്നെ നിസ്കാരം ബാത്തിലാവും. ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു യർഹമുക്കല്ലാഹ് എന്ന് പറയാൻ പാടില്ല, നിസ്കാരം ബാത്തിലാവും. ഒരാളോട് സംബോധനം വരാൻ പാടില്ല നിസ്കാരത്തിൽ. നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട അതിപ്രധാന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരങ്ങളും ഇബാദത്തുകളും വേണ്ട വിധം ശ്രദ്ധിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.